നമുക്ക് ഈ കാണുന്ന സമ്പത്തൊക്കെ ഏത് സമയത്തും പോകും. നമ്മളെ മക്കൾ നമ്മളെ നോക്കുമോ എന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റാത്ത കാലമാണ്. ആരും നമ്മളെ തിരിഞ്ഞു നോക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മളുടെ കാര്യം നമ്മൾ തന്നെ സേഫ് ആക്കണേ. ഏറ്റവും നല്ല കാര്യം പരമാവധി ഇബാദത്തുകൾ ചെയ്തോ, ആരെയും കുറ്റപ്പെടുത്തേണ്ട. റജബ് മാസമാണ്. റജബ് മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. 1, സുന്നത്തായ നോമ്പ് പിടിക്കുക. 2, നമ്മൾ നല്ലവണ്ണം ദുആ ചെയ്യുക. 3, ഈ റജബ് മാസത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പരമാവധി പാരായണം ചെയ്യുക. 4-മത്തേത്, ഈ റജബ് മാസത്തിൽ ആരോടും പിണക്കം വേണ്ട. ആരോടും പിണക്കം വേണ്ട. ആരോടെങ്കിലൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് ഇണങ്ങണേ. കാരണം ഈ റജബിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കണമെങ്കിൽ പിണങ്ങിയവരാണെങ്കിൽ സ്വീകരിക്കൂല. അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റണേ. പിന്നെയോ മറ്റൊരു കാര്യം, റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. ഒരുപാട് മഹാന്മാര് അവരുടെ കിതാബുകളിൽ ഈ ദിക്ർ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ്. ഏതാണ് ആ ദിക്ർ? മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഗഫിർ വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗഫിർ ലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗഫിർ ലി വർഹംനി വതുബ് അലയ്യ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും 70 വട്ടം ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ, ഈ ദുആ പതിവാക്കിയാൽ നരകം അവനിക്ക് ഹറാമാകുമെന്ന് പോലും എഴുതി വെച്ച പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്.